തേൻമൊഴിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ആഴ്ചത്തെ തേൻമൊഴിയിലെ പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് LP സ്കൂൾ പാലകര. കൊറോണ എന്ന കൊച്ചു ഭീമൻ വൈറസിനെ എല്ലാവർക്കും അറിയാം. അതുമൂലമുണ്ടാകുന്ന അസുഖങ്ങളും അതിനെ പ്രതിരോധിക്കാനുള്ള കരുതലുകളുമായി എത്തുന്ന ഞങ്ങളുടെ കിളിക്കാമ്പിട്ടയായ അയലിനെ നമുക്ക് സേവിക്കാം. ഉമ്മ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? വേണ്ട മോളെ, നമുക്ക് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഉമ്മ നമുക്ക് പാർക്കിൽ പോയാലോ? വേണ്ട മോളെ, നമുക്ക് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഉമ്മ നമുക്ക് ബീച്ചിൽ പോയാലും അത് വേണ്ട മോളെ. തൽക്കാലം നമുക്ക് എവിടേക്കും പോണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതെന്താ ഉമ്മ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്? മോളെ, കൊറോണ എന്ന് പറയുന്ന മഹാമാരി എളുപ്പമെന്നിരിക്കുകയാണ്. ഒരു മരുന്ന് പോലും കണ്ടുപിടിച്ചില്ല. ആകെയുള്ള മരുന്ന് വീട്ടിൽ കിടക്കുകയാണ്. എനിക്കും കൊറോണ വരുമോ? കുഞ്ഞേ കുഞ്ഞേ കരയരുതേ, കുഞ്ഞേ കണ്ണുകൾ നിറയരുതേ. കൊറോണയെ ഭയന്നിട്ട് കുഞ്ഞേ കവിളുകൾ നനയല്ലേ. കൊറോണ തന്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി ഞാൻ ചൊല്ലിയിടാം. പനിയും ചുമയും ശ്വാസതടസ്സം കൊറോണ തന്റെ ലക്ഷണങ്ങൾ. കൈകൾ നന്നായി കഴുകണം, മാസ്കുകൾ എന്നും ധരിക്കണം. നമസ്തേ പറഞ്ഞു തുടങ്ങിയിടാം, ക്ഷീക്കാൻ നമുക്ക് മറന്നിടാം. ബന്ധനം കൈപ്പേറിയിടും എങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിടാം. അകലം പാലിച്ചിടാം നമുക്ക് ഓരോ മാനം. സോരരോടും ശുചിയായി നാം ജയിച്ചിടും, ഭയപ്പെടേണ്ട ഇല്ല നാം. ആളുകൾ തമ്മിലുള്ള വഴക്ക്, രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വഴക്ക്, എന്തിനേറെ മൃഗങ്ങൾ, പക്ഷികൾ ഇവകളൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട് അല്ലേ കൂട്ടുകാരെ? പക്ഷെ സംഖ്യകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ. സംഖ്യകളിൽ വലിയവൻ ആര്? വട്ട പൂജ്യമേ പൂജ്യമേ വട്ട പൂജ്യമേ. എന്നെ കണ്ടിട്ട് നിനക്കെന്താ ഒരു ബഹുമാനമില്ലാത്തത്? നിന്നേക്കാൾ വലിയവൻ ഞാനല്ലേ? അങ്ങനെ കളിയാക്കാൻ വരട്ടെ, എന്താണ് നിന്റെ പ്രത്യേകത? ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യയാണ് ഒന്ന്. എണ്ണൽ സംഖ്യകളിൽ ഒന്നാമൻ ഞാനല്ലേ? മാത്രമല്ല ഏറ്റവും ചെറിയ വർഗസംഖ്യയും ഞാൻ തന്നെയാണ്. എണ്ണൽ സംഖ്യകളിൽ ഞാനുണ്ട്. എന്നെ നോക്ക്, ഇരട്ട സംഖ്യകളിൽ ഒന്നാമൻ 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും ഞാൻ തന്നെ. മറ്റു സംഖ്യകളുടെ ഘടകങ്ങൾ എടുക്കൂ. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യയും ഞാൻ തന്നെ. മനുഷ്യരെയും മൃഗങ്ങളെയും ഒന്ന് നോക്കിക്കേ. 2 കണ്ണ്, 2 കാത്, 2 കൈ, 2 കാല്. എന്തൊക്കെ പറഞ്ഞാലും നിന്നേക്കാൾ വലിയവൻ ഞാൻ തന്നെ. ഇതാരാ 3? നിനക്ക് എന്ത് പ്രത്യേകതയാണ് പറയാനുള്ളത്? നാളികേരത്തിന്റെ കണ്ണുകൾ എത്രയാ? 3 അല്ലേ? സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയുടെ ചക്രങ്ങളുടെ എണ്ണം എത്രയാ? അതും 3. എന്തിനേറെ പറയും, എൻ്റെ പേരിൽ ഒരു സ്ഥലം വരെയുണ്ട്, അറിയാമോ? മൂന്നാർ. നാണമില്ലേ നിങ്ങൾക്കിങ്ങനെ വീമ്പിളക്കാൻ? മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4. ഒരു ചതുരത്തിന് എത്ര മൂലകളുണ്ട്? അതും 4. എൻ്റെ പേരിൽ കാറ്റു വരെയുണ്ട്, കേട്ടിട്ടില്ലേ? 4 മണിക്കാറ്റ്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യയും ഞാൻ തന്നെ. വീമ്പിളക്കാൻ വരട്ടെ, നിങ്ങളുടെ കൈവിരലുകളുടെയും കാൽ വിരലുകളുടെയും എണ്ണം എത്രയാ? കേട്ടിട്ടില്ലേ പഞ്ചേന്ദ്രിയങ്ങൾ, 5 പാണ്ഡവന്മാർ എന്നൊക്കെ? അത്രയ്ക്കും കേമന്മാരാ ഞങ്ങൾ 5കൾ. എന്തൊക്കെ പറഞ്ഞാലും നിന്നേക്കാൾ വലിയവൻ ഞാൻ തന്നെ. 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി വരുന്ന ആദ്യത്തെ സംഖ്യകൾ ആരാ? ഞാനാ. 6. 1ഉം 2ഉം 3ഉം എൻ്റെ ഘടകങ്ങൾ മാത്രമാണ്. എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കൂ. സപ്തസ്വരങ്ങളുടെ എണ്ണം, മഴവില്ലിന്റെ നിറങ്ങളുടെ എണ്ണം, ഭൂഖണ്ഡങ്ങളുടെ എണ്ണം എത്രയാ? 7 ആണെന്നറിയാമല്ലോ. 7-ാം കടലിനക്കരെ എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. എത്ര പറഞ്ഞാലും തീരില്ല, അത്രയ്ക്ക് വിശേഷപ്പെട്ട സുന്ദര സംഖ്യയാണ് ഞാൻ. നിർത്ത്. എൻ്റെ വീമ്പ് ഞാനൊന്നു പറയട്ടെ. 8ന്റെ പണിയെന്ന് കേട്ടിട്ടുണ്ടോ?
അത്രയ്ക്കും ശക്തനാണ് ഞാൻ. 1, 2, 4 എൻ്റെ ഘടകങ്ങൾ മാത്രം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെക്കാൾ വലിയവൻ ഞാൻ തന്നെയാ. നവരസങ്ങൾ അറിയാത്ത കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല. ഒറ്റ സംഖ്യയിൽ തലയെടുപ്പുള്ളവനും ഞാനീ 9 തന്നെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ. നാണിച്ച് തലതാഴ്ത്തി നിൽക്കാതെ എന്നോട് ചേർന്ന് നിൽക്കൂ. 1. അപ്പോൾ നമ്മളാകും ഇവരെക്കാൾ കേമൻ. എന്നെപ്പോലുള്ള 100 പൂജ്യങ്ങൾ ഈ 1ൻ്റെ കൂടെ നിന്നാൽ ഞങ്ങളാണ് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ. എന്തിനാണ് ഈ തർക്കം? നിങ്ങൾ 0 മുതൽ 9 വരെ ഒന്നിച്ചു നിന്നേ. ഇപ്പോൾ നിങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 10 അക്ക സംഖ്യ ആയല്ലോ. അതുപോലെ 9 മുതൽ 0 വരെ എന്ന ക്രമത്തിൽ നിന്നേ. ഇപ്പോൾ നിങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 10 അക്ക സംഖ്യ ആയല്ലോ. അതേ കൂട്ടുകാരെ, ഒത്തൊരുമിച്ചാൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ നാട്ടിൽ സുപരിചിതമായ ജീവജാലങ്ങളുടെ താമസ സ്ഥലം തേടി നമുക്കൊന്ന് പോയാലോ? കൂട് കൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടാതൊന്ന് നോക്കി വരാമോ? കൂട് കൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടാതൊന്ന് നോക്കി വരാമോ? മതപ്രാപം തത്തമഞ്ഞയും കോട്ടം കൂടാതൊന്ന് നോക്കി വരാമോ? മതപ്രാപം തത്തമഞ്ഞയും കോട്ടം കൂടാതൊന്ന് നോക്കി വരാമോ? കാക്കയുടെ കൂട് നോക്കാമോ? തൂക്കണം കുരുവിയുടെ കൂട് നോക്കാമോ? കാക്കയുടെ കൂട് നോക്കാമോ? തൂക്കണം കുരുവിയുടെ കൂട് നോക്കാമോ? 8 കാലിക്കൂട് നോക്കാമോ? മുട്ടയിടും പക്ഷിയുടെ കൂട് നോക്കാമോ? 8 കാലിക്കൂട് നോക്കാമോ? മുട്ടയിടും പക്ഷിയുടെ കൂട് നോക്കാമോ? കട്ടുറുമ്പിൻ കൂട് നോക്കാമോ? പിന്നെ നീയുറുമ്പിൻ കൂട് നോക്കാമോ? കട്ടുറുമ്പിൻ കൂട് നോക്കാമോ? പിന്നെ നീയുറുമ്പിൻ കൂട് നോക്കാമോ? എത്തതലം കൂട് കണ്ടിടാം. അയ്യയ്യ, എന്തു രസം കൂട് കണ്ടിടാം. എത്തതലം കൂട് കണ്ടിടാം. അയ്യയ്യ, എന്തു രസം കൂട് കണ്ടിടാം. കൊറോണ എന്ന മഹാമാരിയെ ഒരു പരിധിവരെ അകറ്റാൻ പുളിയുള്ള പഴങ്ങളും പാനീയങ്ങളും നല്ലതാണെന്ന് നമുക്ക് അറിയാമല്ലോ. ചിലവ് കുറഞ്ഞതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതുമായ നാരങ്ങ വെള്ളം തയ്യാറാക്കിയാലോ? ആവശ്യമായ സാമഗ്രികൾ: നാരങ്ങ, സോഡ, ഉപ്പ്, പഞ്ചസാര. ഉണ്ടാക്കേണ്ട വിധം: ആദ്യം നാരങ്ങ ഒരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞെടുക്കുക. കുരു ഒഴിവാക്കുന്നതാണ് നല്ലത്. മുഴുവൻ നാരങ്ങ ആവശ്യമില്ലെങ്കിലും ഉണ്ടെങ്കിൽ സ്വാദേറും. ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര താല്പര്യമനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര ചേർത്ത ശേഷം ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ച് നന്നായി ഇളക്കുക. ഉപ്പും പഞ്ചസാരയും രണ്ടും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന രീതിയും ഉണ്ട്. സോഡ തണുത്തതാകണമെന്ന് നിർബന്ധമില്ലെങ്കിലും തണുപ്പുണ്ടെങ്കിൽ നല്ലതാണ്. I glad to welcome our Ivan Thomas Derrick for reciting a poem. Dear friends, I often feel that summer is the best of all seasons, especially when you are in school for the rest of the year. In the summertime, you don't usually have to go to school. Instead, you can swim, play in the park, or even just stay home and play games instead of doing homework. Today, I would like to recite a poem about summer vacation by Ken Nesbitt. I can't wait for summer. I can't wait for summer when school days are done.
to spend the days playing outside in the sun. I won't have to study. No homework, no test. Just afternoon spent on adventures and quacks. Instead of mathematics and writing reports, I will go to the park and play summertime sports. Instead of assignments, report cards and grades, I will get to play baseball and watch the parades. I will swing on the playground, I will swim in the pool, instead of just practicing lessons in school. The second the school year is finally done, I will spend every minute with friends having fun. I hardly can wait for the end of the year. I am counting the days until summer is here. It's hard to be patient, it's hard to be cool, it's hard to believe it's the first day of school. ഇന്നലെ നവംബർ 25 പരിസ്ഥിതി സംരക്ഷണ ദിനമായിരുന്നല്ലോ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി എത്തുന്നു ആഷ്പിൻ PJ. മാന്യ സദസ്സിന് വന്ദനം. നവംബർ 25 പരിസ്ഥിതി സംരക്ഷണ ദിനം. പരിസ്ഥിതി എന്നാൽ എന്താണ്? മനുഷ്യരും ജീവജാലങ്ങളും സൂക്ഷ്മജീവികളും സസ്യങ്ങളും തുടങ്ങി ജീവനുള്ളതും ജീവനില്ലാത്തതും ചെറുതും വലുതുമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ഭൂമി. ഇതിനേതിനെങ്കിലും ഉണ്ടാകുന്ന നാശം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകർക്കാൻ കാരണമാകും. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം നാം ഇന്ന് പ്രളയമായും കാട്ടുതീയായും വരൾച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. പരിസ്ഥിതി നശീകരണമാണ് ഇന്നുണ്ടാകുന്ന പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം. മനുഷ്യൻ വികസനം എന്ന പേരിൽ മലകളും കുന്നുകളും ഇടിച്ചു നിർത്തി, നദികളും ജലാശയങ്ങളും തടഞ്ഞു നിർത്തി, വയലുകളും പാടങ്ങളും മണ്ണിട്ട് നിർത്തി പ്രകൃതിയാകുന്ന അമ്മയെ ഓരോ ദിവസവും ചൂഷണം ചെയ്യുന്നു. ഒരു വൈറസിൻ്റെ പേരിൽ ലോകം മുഴുവൻ പകച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. മനുഷ്യൻ്റെ ഇടപെടലുകളാണ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിക്കുന്നത്. മനുഷ്യനാണ് ഭൂമിയുടെ അവകാശി എന്ന വിദ്യാധാരണയിൽ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. നാം ഓരോരുത്തരും പ്രകൃതിയാകുന്ന അമ്മയോട് ഇണങ്ങി ജീവിക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് പ്രകൃതിയുടെ തുണ ആവശ്യമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് വിലപിച്ച് പാടുന്ന കവികളോട് ഇനിയും ഒരുപാട് തലമുറയ്ക്ക് ഇവിടെ വസിക്കാൻ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിത ദേവനന്ദൻ സ്വരത്തിൽ നമുക്കൊന്ന് ശ്രവിച്ചാലോ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. ഓർത്തുവെക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി, ഓർത്തുവെക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി. ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പുണ്ണി, ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പുണ്ണി. ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ. ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴി
കാറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. നമ്മുടെ ചാച്ചാജിയെ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം മകൾക്കയച്ച കത്തുകളിൽ ഒന്ന് നമുക്ക് ശ്രവിക്കാം. വലിയ മലയുടെ മുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നദികൾ മലഞ്ചെരുവിലൂടെ ഒഴുകിയിറങ്ങി സമതല പ്രദേശങ്ങളിലെത്തി വീണ്ടും ഒഴുകി കടൽ ചെന്ന് ചേർന്നു. ഒരു ദിവസം ഈ മലയുടെ മുകൾ ഭാഗത്തായിരുന്ന ഒരു കല്ല് ഈ വെള്ളത്തിലേക്ക് ഉരുണ്ടു വീണു. പിന്നെ എന്തായിരിക്കും ഈ കല്ലിന് സംഭവിച്ചിട്ടുണ്ടാകുക? കല്ലും വെള്ളത്തോടൊപ്പം ഉരുണ്ടു, അല്ലേ? ഉരുണ്ടുരുണ്ടു പോകുന്ന വഴിയിൽ നമ്മുടെ കല്ല് വേറെ പല കല്ലിലും തട്ടിയും മുട്ടിയും അതിൻ്റെ പരുവരുത്ത വശങ്ങളും കൂർത്ത മുനകളും എല്ലാം പൊടിഞ്ഞില്ലാതായി. അവസാനം മലയുടെ താഴ്വരത്തെത്തിയപ്പോഴേക്കും നന്നായി ഉരുണ്ടു നല്ല മിനുസമുള്ള കല്ലായി മാറി. ഇതുപോലെയാണ് മനുഷ്യ ജീവിതവും. നമ്മുടെ ജീവിതയാത്രയിൽ നാം പല മനുഷ്യരുമായി ഇടപെടുമ്പോൾ പല കഷ്ടതകളും ദുഃഖദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണവും നടക്കുന്നു. നാം നല്ല മനുഷ്യരായി തീരുന്നു. തലമുറ തലമുറയായി പാടി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ. നമുക്കൊരു നാടൻ പാട്ട് ആസ്വദിച്ചാലോ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചായ പുഞ്ചിരി കട്ടൻ കലക്കണ കച്ചോടം, പെണ്ണിന്റെ പഞ്ചായ പുഞ്ചിരി കട്ടൻ കലക്കണ കച്ചോടം. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായേ, അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ.
ചിരിക്കണ കണ്ടെന്റെ കച്ചവടം പോയല്ല കാശും പോയി. പെണ്ണ് ചിരിക്കണ കണ്ടെന്റെ കച്ചവടം പോയല്ല കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. തലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ല് കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. നവംബർ 21 ദൂരദർശൻ ദിനമായിരുന്നല്ലോ. നാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ വാർത്തകൾ അറിയുന്നത്. പാലകര സെന്റ് ആന്റണി സ്കൂളിലെ വാർത്താവിശേഷങ്ങളുമായി എത്തുന്നു അന്ന ഗ്രേസ്. ഏവർക്കും നമസ്കാരം. ഞാൻ അന്ന ഗ്രേസ്. പാലകര വോയിസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലകര സെന്റ് ആന്റണീസ് LP സ്കൂളിൽ കേരളപ്പിറവി ആഘോഷിച്ചു. ചാച്ചാജിയുടെ ജന്മദിനം പാലകരയുടെ കുരുന്നുകൾ വർണ്ണോജ്വലമാക്കി. ഗൂഗിൾ മീറ്റിലൂടെ നേർക്കാഴ്ചകൾ ഒരുക്കി. BRC കുറുവളിഞ്ഞാടിന്റെ തേൻമൊഴിയിൽ പാലകര സെന്റ് ആന്റണീസ്. വാർത്തകൾ വിശദമായി. പാലകര സെന്റ് ആന്റണീസ് സ്കൂളിൽ കേരളപ്പിറവി ആഘോഷിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ആലീസ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പ്രസംഗം, വഞ്ചിപ്പാട്ട്, മലയാളം അംഗ മത്സരം തുടങ്ങിയ പരിപാടികളാണ് പ്രധാനമായും കുട്ടികൾ അവതരിപ്പിച്ചത്. ചാച്ചാജിയുടെ ജന്മദിനം പാലക്കരയുടെ കുരുന്നുകൾ വർണ്ണോജ്വലമാക്കി. ലോകം ഉറങ്ങുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ് എന്ന് പറഞ്ഞ നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികൾ അത്യുജ്വലമാക്കി. കുട്ടികളുടെ പ്രച്ഛന്നവേഷം, പ്രസംഗം, നെഹ്റു തൊപ്പി നിർമ്മാണ മത്സരം തുടങ്ങിയ പരിപാടികളാണ് നടത്തപ്പെട്ടത്. ഗൂഗിൾ മീറ്റിലൂടെ നേർക്കാഴ്ചകൾ ഒരുക്കി. ഏറെക്കാലം കൂടി കൂട്ടുകാരെ കാണാനുള്ള ആകാംക്ഷയോടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഗൂഗിൾ മീറ്റ് വിജയകരമായി നടത്താൻ സാധിച്ചു. BRC കുറുവളിഞ്ഞാടിന്റെ തേൻമൊഴിയിൽ പാലകര സെന്റ് ആന്റണീസ്. BRC കുറുവളിഞ്ഞാടിന്റെ റേഡിയോ പ്രക്ഷേപണമായ തേൻമൊഴി പാലകര സെന്റ് ആന്റണീസ് സ്കൂളിലെ കൊച്ചു കൂട്ടുകാരുടെ ശ്രവ്യ കലാവിരുന്ന് നടത്തപ്പെടുന്നു. സ്കൂളിന്റെ സാരഥിയായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ആലീസ് അഗസ്റ്റിനെ നമുക്ക് ശ്രമിക്കാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ ചിത്രശലഭങ്ങളുടെ പല വർണ്ണങ്ങളിലുള്ള ചിറകുകളോട് നമുക്ക് ചേർത്ത് വായിക്കാം. ചിത്രശലഭങ്ങൾ പറന്നു നടക്കുമ്പോഴാണ് അവയുടെ സുന്ദര വർണ്ണങ്ങൾ പ്രകടിതമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിച്ചാടി നടന്ന് മറ്റുള്ളവരോടൊത്ത് സഹവസിക്കുമ്പോഴാണ് അവരിലെ കഴിവുകളും പ്രകടിതമാകുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പുറത്തിറങ്ങാനോ കൂട്ടുകാരോടൊത്ത് കളിക്കാനോ സാധിക്കാതെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന കുഞ്ഞുങ്ങളുടെ കുരുന്നു മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകമായ കഴിവുകളെ തട്ടി ഉണർത്തി പുറത്ത് കൊണ്ടുവരുന്നതിനായി സംഘടിപ്പിച്ചതാണ് തേൻമൊഴി എന്ന ഈ റേഡിയോ പരിപാടി. ഇതിൻ്റെ സംഘാടകരായ കുറവലങ്ങാട് BRCയിലെ എല്ലാ അധ്യാപകർക്കും ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി അവതരിപ്പിക്കുന്ന പാലകര സെന്റ് ആന്റണീസ് LP സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതിനായി വളരെ ഉത്സാഹത്തോടെ പ്രയത്നിക്കുന്ന എല്ലാ പേരൻസിനും വിജയാശംസകൾ നേരുന്നു. ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.